ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു കുട്ടി വീഡിയോ ആണ്. എന്താണ് വിശേഷം? ഇന്നത്തെ ഒരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ കേശുട്ടനെ അംഗനവാടി വിളിക്കാൻ പോവാണ്. നേരത്തെ പോകണം. ഗ്രൂപ്പിൽ ടീച്ചർ മീറ്റിംഗ് ഉണ്ട് 3 മണിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക് ഫസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ എന്നെയൊക്കെ അമ്മ മീറ്റിങ്ങിന് പേരൻസ് സ്കൂളിൽ മീറ്റിങ്ങിനൊക്കെ വരുമല്ലോ. അപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ ആദ്യം ഞാൻ അംഗനവാടിയിൽ മീറ്റിംഗ് ഉണ്ടോ എന്നുള്ളത്, എന്താണ് കാര്യം എന്നറിയത്തില്ല. ടീച്ചർ ഇങ്ങനെ മെസ്സേജ് ഇട്ടു. അപ്പം 3 മണിക്ക് പോകണം അവനെ വിളിക്കാൻ. ഇന്ന് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് പോയതിൻ്റെ ഭയങ്കര വിഷമത്തിലായിരുന്നു. കേശു കരഞ്ഞു. ഇനി പോകുമ്പോൾ എന്നെ കാണുമ്പോൾ സന്തോഷമായിരിക്കും. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ അമ്മയായിട്ട് എൻ്റെ മോന് വേണ്ടി ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുന്നത്. അത് ഭയങ്കര സന്തോഷം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എൻ്റെ മോൻ്റെ അംഗനവാടിയിൽ ഞാൻ മീറ്റിങ്ങിന് പോവുകയാണ്. എന്നിട്ട് അവനെ വിളിക്കുന്നു. ഇവിടെ ചേട്ടനില്ല, നാട്ടിൽ പോയേക്കുവാണ്. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ഞാനാണ് മീറ്റിങ്ങിന് പോകുന്നത്. എന്താണ് കണ്ടൻ്റ് എന്നൊന്നും അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ ഞങ്ങളുടെ കുട്ടി വിശേഷം ഈവനിങ് വ്ലോഗ് നമുക്ക് കണ്ടാലോ? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ കേശുവിനെ വിളിക്കാൻ പോകാൻ ഇറങ്ങി. രാവിലെ വണ്ടി ഗേറ്റിന് പുറത്താണ് വെച്ച് അവനെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ പോകാൻ എളുപ്പമായുണ്ട്. അങ്ങനെ ഞാൻ അംഗനവാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർ ഉറങ്ങുന്ന സമയമായിരിക്കും. കേശു 2 ദിവസം ആയുള്ളൂ അവിടെ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ആ 2 ദിവസവും അവൻ എണീക്കുമ്പോൾ എന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് അവൻ ഓക്കെയാണ്. പക്ഷെ അവൻ അല്ലാതെ എണീക്കുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നവൻ ഉറങ്ങിയില്ലെന്ന് അറിയത്തില്ല. എന്തായാലും അവൻ ഉറങ്ങിയായിരുന്നു. ഉറങ്ങി എണീറ്റിരുന്ന സമയമാണ് ഞാൻ ചെന്നത്. അപ്പം എന്നെ കണ്ട അവൻ്റെ അവസ്ഥ എന്താണ്, അവനൊരുമാതിരി ഇരിക്കുമായിരുന്നു എണീറ്റപ്പോൾ എന്നെ കാണാഞ്ഞപ്പം. അപ്പം കുഞ്ഞ് കരഞ്ഞു പോയി. അവൻ ഉണരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് ആ കുഞ്ഞ് ഭയങ്കര വിഷമിച്ചു പോയി എന്നെ കണ്ടപ്പം. ബാക്കി എല്ലാ കുട്ടികളും ഉറങ്ങുമായിരുന്നു. പിന്നെ കുറച്ചു നേരം അവനെ ഞാൻ എടുത്ത് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. കുഞ്ഞു വിഷമമായതുകൊണ്ട് ടീച്ചർ മീറ്റിങ്ങിന് ഇരിക്കേണ്ട പൊക്കോളാൻ പറഞ്ഞ് മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ കണ്ടന്റും എല്ലാം പറഞ്ഞു തന്നു. അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതെന്താണ് വീഡിയോയുടെ അവസാനം പറയുന്നതാണ് എന്തായിരുന്നു മീറ്റിങ്ങിൻ്റെ കണ്ടന്റ് എന്ന്. ഇതാണ് കുട്ടികളുടെ ബാഗ് വെക്കുന്ന പ്ലേസ്. അവിടുന്ന് അപ്പോഴത്തേക്കും ടീച്ചർ എല്ലാ പിള്ളേരെയും എണീപ്പിച്ചിട്ടുണ്ട്. കേശു ഹാപ്പിയാണ്. ബാക്കി പിള്ളേരുടെ അമ്മമാരൊക്കെ വരുന്നതേ ഉള്ളൂ. അങ്ങനെ ബാഗൊക്കെ ഇട്ട് ഓരോരുത്തർ കരച്ചിലും ബഹളമൊക്കെ തുടങ്ങി. മെയിനായിട്ടൊരു കുഞ്ഞ് കരയാറുണ്ട്. അവൻ നമ്മളെയൊക്കെ കണ്ടാൽ ഭയങ്കര കരച്ചിലാണ്. പിന്നെ അവിടെ നിന്നില്ല, ബാഗൊക്കെ ഇട്ടു. കേശു ഹാപ്പിയായി ഇറങ്ങി. വണ്ടി കയറാനായിട്ട് സെറ്റായിട്ടുണ്ട്. കേശുവിൻ്റെ ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കേശു ഇപ്പോഴും ആ ഒരു സങ്കടത്തിൻ്റെ മുഖം മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വീട്ടിൽ വന്നു. വണ്ടി ഗേറ്റൊക്കെ തുറന്ന് അകത്ത് വെക്കണം. കേശു ഭയങ്കര ഹാപ്പിയായി. പിന്നെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാനും ഹാപ്പിയാണ്. അതെന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയാം. വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. ഇച്ചിരി അമ്മ ഹോസ്പിറ്റലിലൊക്കെ പോയതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. പിന്നെ അപ്പം അതും മിഠായി കൊടുത്തപ്പോൾ കേശു കൂടുതൽ ഹാപ്പിയായി. അതുപോലെ ഞങ്ങൾ ഇവിടെ മേളത്തെ നിലയിലാണ് താമസിക്കുന്നത്, റെന്റിന്. താഴെ ഫാമിലി ഉണ്ട്. ഇപ്പോൾ അവിടെ കൊച്ചിനെ ഒന്നും കാണുന്നില്ല. അവൻ്റെ കൂട്ടുകാരി അല്ല, ചേച്ചി അകത്തുണ്ട്. ഇപ്പോൾ ഈ സമയത്തുകൊണ്ട് ആരെയും പുറത്ത് കാണാനില്ല. അങ്ങനെ കേശു ഗേറ്റൊക്കെ അടയ്ക്കാനായിട്ട് എൻ്റെ കൂടെ കൂട്ടിന് വരുന്നു. ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും വരാൻ അവൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അത് അവൻ്റെ ജോലിയാണ്. അവൻ എപ്പോഴും വരും ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും. നമ്മുടെ കൂടെ എപ്പോഴും വരാറുണ്ട്. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കേശുട്ടൻ ഹാപ്പി എന്ന് പോയപ്പോൾ അവധി കഴിഞ്ഞ് ചെന്നതിൻ്റെ സങ്കടമൊക്കെ ആയിരുന്നു.
പിന്നെ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്. അമ്മയുടെ സ്പെഷ്യൽ അവിയൽ, അമ്മ പറഞ്ഞു തന്ന ഇതൊക്കെ വെച്ച് ഞാനാണ് ഉണ്ടാക്കിയത്. സദ്യ സ്പെഷ്യൽ അവിയൽ, പിന്നെ ചാള മത്തി വറുത്തത്, പിന്നെ ഇന്നലത്തെ കുറച്ച് പയറുതോരൻ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഊണ്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഇതാണ് എൻ്റെ കേശുവട്ടൻ്റെ ബെസ്റ്റ് പ്ലേസ്, ഞങ്ങളുടെ കുഞ്ഞു ബാൽക്കണിയിലെ പുതിയ അതിഥി ഇതാണ്. ഹലോ ഹലോ, ഇതെന്തോ അവൻ ഞാൻ ക്യാമറയെ നോക്കി സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പോകും. അവന് വേണ്ടിയാണ് ഞാനിവിടെ ഒരു പ്ലാന്റ് വാങ്ങിയത്. അവന് പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയാണ് പുതിയ പ്ലാന്റ് വാങ്ങിയത്. ഇപ്പം ഞങ്ങൾ ഗാർഡനിൽ വന്നിട്ട്, ബാൽക്കണിയിലാണ് എൻ്റെ ഗാർഡൻ, അവിടെ വന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. എനിക്ക് കഴിഞ്ഞ ദിവസം ഗാർഡൻ ക്ലീൻ ചെയ്തൊരു ചെറിയൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, അതിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് കേശുവാണ്. ഫുള്ള് കുറേ വെള്ളമൊക്കെ എടുത്തെന്ന് അവനാണ് ഹെൽപ്പ് ചെയ്തത്. ഞങ്ങളുടെ പ്ലേസ് ഇതാണ്. കേശു ഇങ്ങോട്ട് വാ. പിന്നെ ആളെ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ ചെടികളുടെ കാര്യം അതോ ഗതിയാണ്. അപ്പം മെയിനായിട്ട് ഇവിടെ വന്ന് എല്ലാം പറിച്ചെടുക്കലൊക്കെയാണ് പരിപാടി. പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേശുവിന്. അതുകൊണ്ട് തന്നെ നോക്കി ഒരെണ്ണം കൈയോടെ പറിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊക്കെ ആയിരുന്നു ഇന്ന് അവൻ്റെ അച്ഛനില്ലാഞ്ഞ ദിവസം കുറച്ച് ഫ്രീ. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് നേരം എനിക്ക് ഫ്രീ കിട്ടണ്ടേണ്. അമ്മയ്ക്ക് വയ്യാഞ്ഞോണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ. ഇന്ന് അമ്മയ്ക്ക് ആശുപത്രിയിൽ പോയി 2 ആഴ്ച പിന്നെ റെസ്റ്റ് പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ. പിന്നെ അംഗനവാടി പോയ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നവംബർ 1-ാം തീയതി പ്രവേശനോത്സവമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പ്രവേശനോത്സവത്തിൽ ഇവന് പങ്കെടുക്കാൻ പറ്റാഞ്ഞാൽ എനിക്ക് കുറച്ച് പരാതി വിഷമങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഇവനെ എഴുതിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് കഴിഞ്ഞ പ്രവേശനോത്സവത്തിന് ഇവന് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അതിവിടെ പരാതിയായിട്ട് ചേട്ടനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പം സന്തോഷമായി. ഇപ്പം എഴുത്ത് കഴിഞ്ഞ പിള്ളേർക്കും നേരത്തെ പങ്കെടുക്കാത്ത പിള്ളേർക്കുമായിട്ടൊരു ഗ്രാൻഡ് പരിപാടി പോലെ ആണ്. അതായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. സൈൻ ചെയ്തിട്ട് ഞാനിങ്ങ് വേഗം പോകുന്നു. കുറച്ച് ലേറ്റ് ആകുന്നതുകൊണ്ട് എന്നെ വേഗം വിട്ടു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു ഈവനിങ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. കേശു ബൈ പറ.